മീഡിയകൾ അത് വിഷയമാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴേക്കും പണ്ഡിതന്മാർ ഈ രീതിയിൽ ഈ കറാമത്ത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഖുത്ബുസ്സമാനിലേക്ക് 21-ാം നൂറ്റാണ്ടിന്റെ നായകനിലേക്ക് ഈമാൻ ചേർത്ത് വെക്കാൻ വേണ്ടി കടന്നു ചെല്ലും. അതുകൊണ്ട് നമുക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച, പോസ്റ്റർ ഒട്ടിച്ച, നമുക്ക് വേണ്ടി എന്ത് നെറുകേടുകൾ ചെയ്താലും നമ്മുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഈ കുട്ടികൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സംഘടനയിൽ നിന്ന് മാറിപ്പോകുമെന്ന് കണ്ടപ്പോ അവര് മുഴുക്ക പത്രങ്ങളെയും മറ്റും വിളിച്ചുകൊണ്ട് അതൊരിക്കലും പബ്ലിഷ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് മൂടിവെക്കാൻ വേണ്ടി ശ്രമിച്ചു. 1000 കുതിരശക്തിയോടുകൂടെ ആ കറാമത്ത് മൂടിവെക്കാൻ ശ്രമിച്ചിട്ടും പരിസര പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകാൻ തുടങ്ങി. ആളുകൾ ഇത് കണ്ടിട്ട് ആലുവയിൽ വന്നിട്ട് പരിശുദ്ധമായ തൗഹീദ് സ്വീകരിച്ച് ബൈഅത്ത് ചെയ്ത് ചിരിച്ചു മരിക്കാനും തൗഹീദ് ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറയാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയാ അല്ലേ? അതല്ലേ നടക്കുന്നത്? നിങ്ങളെ കൂട്ടത്തിലൊന്ന് കറാമത്ത് അങ്ങനെ ഉണ്ടാക്കി തരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഇതൊക്കെ ചെയ്തിട്ട് ആൾക്കാർ പോകുമ്പോ പൊന്നാര പേരോടെ അതിൻ്റെ ഒപ്പം തന്നെയല്ല കൂടണ്ടേ അല്ലേ? സിന്ദാബാദ് എന്നാണ്ട് ഇങ്ങനെ മണിച്ച് മറച്ച് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? മരിച്ചു പോണ്ടേ, ഈമാനിലായി കഴിയണ്ടേ, തൗഹീദ് സ്വീകരിക്കണ്ടേ? എന്നിട്ട് ഈ സംഗതി ഒന്നാമതായി ജഫറാണ് എന്ന് പറഞ്ഞ ആളുകൾ അല്ലേ, പൊന്മള എഴുതിയോട് തന്നെ പേച്ചു, പേരെഴുതിയോടുത്ത് പേച്ചു. പിന്നെന്താ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ അബ്ദുറഹ്മാൻ കാക്കാന്റെ മകനായിട്ട് ഖുത്ബുസ്സമാൻ ജനിച്ചിട്ടില്ല. ഭീമാബദ്ധമല്ല നിങ്ങൾ എഴുതി വെച്ചത്. ഒന്ന്. രണ്ടാമത്തതോ നിങ്ങളുടെ മുഫ്തിയ പൊന്മള, ആ പൊന്മളക്കാരൻ ജഫർ എന്ന് കേൾക്കുന്നത് മഹാനായ ഖുത്ബുസ്സമാന്റെ ചുണ്ടുകളിൽ നിന്നാണ് അല്ലേ? എന്നിട്ടോ നിങ്ങൾ അന്വേഷിച്ച് മുശാവറ തീരുമാനം എടുത്തിട്ട് ഒക്കെ പഠിച്ച് കഴിഞ്ഞ് വമ്പിച്ച തീരുമാനം എടുത്തിട്ട് പ്രഖ്യാപിച്ചു. പരസ്യമായി കോഴിക്കോട് ഈയാട് വെച്ച് പ്രഖ്യാപിച്ചു. അവിടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതനാണെന്ന് പറയുന്ന കൊച്ചേപ്പി വന്നില്ലേ? അദ്ദേഹം പ്രസംഗിച്ചപ്പോ ഞങ്ങൾ അവിടെ ചെന്നിട്ട് മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞതോടുകൂടെ ആ പാടെ വറങ്ങലിച്ച് നിൽക്കുകയല്ല നിങ്ങൾ ചെയ്തത്. അല്ലെങ്കിൽ പേരോട് വന്നിട്ട് പറയട്ടെ, ഞങ്ങളെടുത്ത തീരുമാനം സുബദ്ധമാണ്, ഞങ്ങളെടുത്ത തീരുമാനം ശക്തമാണ്, ഞങ്ങളെടുത്ത തീരുമാനം പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ്, ഞങ്ങളെടുത്ത തീരുമാനം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് വന്ന് പറ. എന്നിട്ട് അതിന്റെ ശേഷം വന്നിട്ട് പറ ഞങ്ങൾ മൗലവിമാരാണ്. അല്ലെങ്കിൽ തലയിൽ കെട്ടിയ വിഡ്ഢികൾ എന്നല്ല നിന്നെ കുറിച്ച് പറയേണ്ടത് അല്ലേ? പാടിയാ മതിയാണ്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയാ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആരാ ഖമറുൽ ഉലമ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ മറ്റേ ഉലമന്റെ പേര് താജുൽ ഉലമ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരായി പൊതുജനങ്ങൾ ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. തന്നെ മൊറല വന്നിട്ട് താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ, ഖമറുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കേണ്ടവരാണ് തന്റെ അനുയായികളെങ്കിൽ തങ്ങൾ പറഞ്ഞത് 100% സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ് എന്ന് സമർത്ഥിക്കാൻ ഉമ്മ വെച്ചവർ ആ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1000 കുതിരശക്തിയോടുകൂടെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഉണ്ടെങ്കിൽ ആ കൂട്ടത്തില് ഖമറുൽ ഉലമയും ഒരു പുണ്ണാക്കുൽ ഉലമയാകണ്ട. നിങ്ങളെ കൂട്ടത്തില് ഉമ്മ പെറ്റവരായി മൂക്ക് കീപ്പട്ടായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജഫർ എന്ന് പറയുന്ന വിജ്ഞാനം അത് സുന്നി വിരുദ്ധമാണ് എന്ന് പറയാൻ ആരെങ്കിലും ഭൂമി മലയാളത്തിൽ വേണ്ട ആകാശത്തിന് താഴെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? എന്നാ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. ഓതോണ മുറി നിങ്ങൾക്ക് കളിപടിയില്ലേ? നിങ്ങളിങ്ങനെ ഈ സാധുക്കൾ ഇട്ടുങ്ങാണ്ട് ആ സക്കരിയ സലാഹിയോ മറ്റേ എൻ്റെ ബാലുശ്ശേരി കീലുശ്ശേരി അങ്ങനെ കുറേ ഉണ്ടല്ലോ, ഐറ്റങ്ങളായിട്ട് ഇങ്ങനെ ഹുസൈൻ സലഫി ഒരു പരിപാടിയൊക്കെ അങ്ങോട്ട് അതിനെതിരായിട്ട് അല്ലേ? നിങ്ങൾ ആ ഗെയിം അവസാനിക്കും. വന്നിട്ട് പറ
ഒന്നാമത്തെ കാരണം വിശദീകരിക്കുക. നിങ്ങൾ പ്രസിദ്ധീകരിച്ച കാരണം അടിക്കുമ്പോ നോക്കണ്ടീനി, ഒന്നും തിരിച്ചു കിട്ടൂല. ഇവിടെ ആളുണ്ടാവില്ലായിരുന്നു പറഞ്ഞു പോയതേക്കാണ്. വേറെ വിശദീകരണം എങ്ങനെയാ? ആളുള്ളവർക്ക് സ്വകാര്യമായിട്ട് മഞ്ചേരി പരിപാടി വെച്ചു, സ്വകാര്യമായിട്ട്. കാരണം എന്താ? അവിടെ ജീലാനികളെ പിറ്റേന്ന് പരിപാടി വെക്കും. ഞങ്ങൾ പോയി ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങളെ പൊട്ടത്തരം 1 by 1 ആയിട്ട് ഇങ്ങനെ കയ്യെത്തരും. അപ്പൊ ആളുകൾ ഇങ്ങനെ തിരിച്ചറിയും, ഹാദാ ഖൗമുൻ ജാഹിലൂൻ. ടി കെ ഹംസ പറഞ്ഞ മാതിരി അല്ലേ? നിങ്ങൾ വോട്ട് ചെയ്തൊക്കെ ജയിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കാര്യം നേടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടി കെ ഹംസ പറഞ്ഞു, ഹാദാ ഖൗമുൻ ജാഹിലൂൻ, ഇത് പമ്പര വിഡ്ഢികളാണ് സഹോദരരെ. ടി കെ ഹംസക്ക് ആ ഐറ്റങ്ങൾ ആ ചൂണ്ടാൻ പേരിൽ മാത്രം മതി. അവൻ അമർത്തി പോന്ന ഖലാസ്. അത് കഴിഞ്ഞ് ജയിച്ചൊക്കെ പോയിട്ട് അപ്പൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്തിട്ട് ആ സ്നേഹം ചെയ്തതിനുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ട് പിന്നെ മൂപ്പരെ പ്രഖ്യാപിച്ചു, ഹാദാ ഖൗമുൻ ജാഹിലൂൻ, ഇത് പമ്പര വിഡ്ഢികൾ തന്നെയാണ്. നമ്മൾ അത്ര വിഡ്ഢികളാണെന്ന് പറയുന്നില്ല, പമ്പര വിഡ്ഢി എന്നൊന്നും പറയുന്നില്ല. വിഡ്ഢികളാണ് എന്ന് പ്രഖ്യാപിക്കാൻ മാത്രമൊക്കെ നിങ്ങൾ കാട്ടണില്ലേ? അല്ലേ? ടി കെ ഹംസ വന്ന് ഹാദാ ഖൗമുൻ ജാഹിലൂൻ എന്ന് പറഞ്ഞപ്പോ ചിലപ്പോൾ അയറ്റ് കരുതിയിട്ടുണ്ടാവും, ടി കെ ഹംസ അറബിയിൽ ഞങ്ങളെ മധുഹി ചെയ്തു. ഞങ്ങൾക്ക് മധുഹും തമ്മും തിരിച്ചറിയില്ലല്ലോ അല്ലേ? അറബിയില് ജഫർ കഴിഞ്ഞില്ല, ഒട്ടനേകം 1 ഡസനോളം അല്ല അതിനേക്കാൾ കൂടുതൽ ജഫർ സംബന്ധിയായി കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അഹമ്മദ് റിള ഖാൻ ബറേൽവി, ദയദാ ബുക്ക് എന്നറിയുന്നൊക്കെ അഹമ്മദ് റിള ഖാൻ ബറേൽവിയെ കുറിച്ച് SYS പുറത്തിറക്കിയ പുസ്തകം. SYS ഏത് SYS? ഈ പേരോടിന്റെ SYS, അല്ലാതെ ഈ സമസ്തയൊക്കെ പിളർന്നതിന്റെ മുമ്പുള്ള SYS അല്ല. പിളർന്നിട്ട് പേരോടൊക്കെ പ്രവർത്തിക്കുന്ന ആ SYS പുറത്തിറക്കിയതാണ്. 3000 കോപ്പി ഇറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് എഡിഷൻ ഏപ്രിൽ 1995 എന്ന് പറഞ്ഞാൽ ഇത് പേഴ്ചു എന്ന് പറയുന്നതിന്റെ മുമ്പ് ഇറക്കിയതാണിത്. പേരോട് സെക്രട്ടറി മട്ടായി. പേരോട് സെക്രട്ടറി പൊന്മള പ്രസിഡന്റുമായ ചക്കിക്കോത്ത ചങ്കരാന്തി അല്ലേ? നല്ല രസമുണ്ടാവും. ഒരുത്തം ഈ രീതിയിൽ പറയാം, മറ്റൊരുത്തൻ ആദർശപരമായി എഴുതി വിടുക അല്ലേ? ഇതിപ്പോ പുസ്തകം. ഈ പുസ്തകത്തിൽ അഹമ്മദ് റിള ഖാൻ ബറേൽവിയെ കുറിച്ച് ആ മഹാത്മാവിനെ കേരള മുസ്ലിങ്ങൾ പരിചയപ്പെടാൻ വളരെ വൈകി. ഇതിലെഴുതിയേക്കാം മൂപ്പരെ കുറിച്ച്. അവതാരിക എഴുതുന്നാരാറിയോ? MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ജില്ലറക്കാരനല്ല. നിങ്ങൾ അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബോർഡിന്റെ വലിയ കുളാണ്ടറാ. ഞാൻ പറഞ്ഞു കാണിഞ്ഞ് നാളെ ഒന്ന് MA കുറിച്ച് കുളാണ്ടർ എന്ന് പറഞ്ഞിരിക്കുന്നു, പണ്ഡിതന്മാര് തെറി പറയാ. എന്തത്ത് പാണ്ഡിത്യാണോ ഇത് പാണ്ഡിത്യാണോ? മനുഷ്യന്മാർക്ക് ഈമാനിലായി ജീവിച്ച് മരിക്കാനുള്ള മാർഗരേഖയിൽ തടസ്സമായി നിൽക്കുന്നത് ഏറ്റവും വലിയ പാണ്ഡിത്യം അനുഭവിക്കുന്ന ഇബ്ലീസ് അല്ലേ? അതിന്റെ പിണിയാളുകളായി തുടരാൻ വേണ്ടി കുറച്ച് ആൾക്കാര് തൊപ്പിട്ട് മൂല്യാരാണെന്ന് പറഞ്ഞു വരിക, തലി കെട്ടി മൂല്യാരാണെന്ന് പറഞ്ഞു വരിക, ബിരുദെടുത്ത് മൂല്യാരാണെന്ന് പറഞ്ഞു വരിക. എന്നിട്ട് ഞങ്ങളിങ്ങനെ ബഹുമാനപ്പെട്ടവരായിട്ടുള്ളവരായി കിടക്കുന്നവരെ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുക. ഇബ്ലീസിന്റെ പിണിയാളുകളാണ് നിങ്ങൾ. ഈമാനിലായി മരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന 21ാം നൂറ്റാണ്ടിന്റെ നായകനെതിരെ വളരെ മോശമായി സത്യസന്ധതയ്ക്ക് നിരക്കാത്ത രീതിയിൽ പച്ചക്കള്ളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ. ഏത് പാണ്ഡിത്യത്തിന്റെ പേരിലാണ് നിങ്ങൾ ആദരിക്കേണ്ടത്? അപ്പോ MA അവതാരികയിൽ എഴുതാണ്, അഹമ്മദ് ഖാൻ ബറേൽവിയെ കുറിച്ച് കേരളം പരിചയപ്പെടാൻ വളരെ വൈകിയിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളുമായി 100% യോജിച്ച പ്രസ്ഥാനം വടക്കേ ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുകയും ആഗോളതലത്തിൽ പ്രശോഭിപ്പിക്കുകയും ചെയ്യുന്നതിൽ പ്രസ്തുത കരം വഹിച്ച പങ്ക് സീമാതീതമത്രേ. ആ മഹാന്റെ പ്രവിശാല വിജ്ഞാന സാഗരം കേരളത്തിലെ സുന്നികൾക്ക് പകർത്തിക്കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്കും തോന്നിയിട്ടുണ്ടോ? അതൊക്കെ സത്യ അല്ലേ? പിന്നെ
ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇത്രയേറെ അംഗീകാരമുള്ള ഇന്ത്യൻ പണ്ഡിതൻ മറ്റൊരാൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മർഹൂം ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ ഹനഫി ഫിഖിലെ ഗുരുവര്യനായിരുന്നു ഷെയ്ഖ് ബറേൽവി. വീണ്ടും ആദ്യം ചിലത് പറയട്ടെ എന്ന് പറഞ്ഞു തുടങ്ങാം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സുന്നികൾക്ക് ഒറ്റക്കെട്ടായി മുന്നേറുവാൻ ബറേൽവികളുമായി നമുക്ക് ബന്ധപ്പെടാൻ ഇത് അവസരമൊരുക്കും. ഈ ബുക്ക് എഴുതിയത് കഴിഞ്ഞില്ല. പിന്നെ പറയാം, ആരാണ് ബറേൽവികൾ എന്ന ചോദ്യത്തിന് നാം തന്നെയാണെന്ന് ഒറ്റ വാക്കിൽ ഉത്തരം നൽകും. 100% ശരിയായ ഉത്തരം. ബറേൽവി, ഞാനിത് പറയുന്നത് ജഫർ കൊണ്ടുവരാനാ. ഇനിയിപ്പോ ആളുകൾ പറയും ഏതോ സയ്യിദ് ഷരീഫുൽ ജുർജാനി എന്ന് പറഞ്ഞ് ഷറഫുൽ മവാഖിഫ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർക്ക് അറിയില്ല. ആ കിതാബ് സുന്നത്തി ജമാഅത്തിന്റെ കിതാബ് എന്നൊന്നും പറഞ്ഞാൽ തിരിയില്ല. നിങ്ങളെ ബുക്ക് കൊണ്ട് പഠിപ്പിക്കാണ്, നിങ്ങളെ മർക്കസ്ത ബുക്ക്, അതുകൊണ്ട് പഠിപ്പിക്കുമ്പോ വേഗം പഠിഞ്ഞോളൂല്ലോ. ബറേൽവികൾ ആരാണ്? അഹമ്മദ് റളാ ഖാൻ ബറേൽവി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നാം തന്നെയാണ്. 100% ശരിയായ ഉത്തരം. അപ്പൊ ബറേൽവി ആരാ? നിങ്ങളെ നേതാവ്. ബറേൽവികൾ ആരാ? നിങ്ങളെന്നെ. അത്ര ബന്ധാണ് എന്നർത്ഥം. കൂടുതലൊന്നും വിശദീകരിക്കേണ്ട. കേരളീയ സുന്നികളുടെ ആധികാരിക മതസംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപയോഗിച്ചു വരുന്ന റൗള അങ്കിത ത്രിവർണ പതാകയുടെ അടിസ്ഥാനം നാം അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചറിയുമായിരുന്നുവെങ്കിൽ ബറേൽവികളുടെ കൊടി പിടിച്ച് സുന്നികളുടെ ശബ്ദമുടക്കി അവരെ എതിർക്കുമായിരുന്നില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ എന്താ പ്രത്യേകം വായിക്കാണല്ലോ. ഇങ്ങനെ ഒരുപാട് ബറേൽവികളെ കുറിച്ച്. ബറേൽവികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നിയാൾ തന്നെയാണ്. ബറേൽവികളുടെ നേതാവ് അഹമ്മദ് റളാ ഖാൻ എന്ന് പറഞ്ഞാൽ അത് സുന്നി നേതാവാണ്, നമ്മുടെ നേതാവാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തപ്പെട്ട ആ മാന്യദേഹം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, നല്ല മനുഷ്യനാണ്, മഹാനുഭാവൻ. അദ്ദേഹത്തിന്റെ ഖാലിസുൽ ഇഅ്തിഖാദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഇൽമുൽ ജഫർ സംബന്ധിയായി വളരെ പ്രസ്പഷ്ടമാക്കി എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ എഴുതിയിരിക്കണമെന്നറിയോ? ഖാലിസുൽ ഇഅ്തിഖാദിൽ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ ബിദഈകളുടെ വാദങ്ങളെ ഗണ്ണിക്കാണ്. അതിൽ 81, 82, 83, 84, 85 എന്നീ 5 നമ്പറുകളിൽ പരാമർശിക്കുന്നത് ഇൽമുൽ ജഫർ സംബന്ധിയാണ്. അദ്ദേഹം അതിൽ പറയുന്നത് അൽ ജഫറു ജിൽദുൻ കതബഹു ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. ജഫർ എന്ന് പറയുന്നത് ഇമാം ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബിന്റെ പേരാണ്. എന്ന് പറഞ്ഞാൽ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന് ജഫറിൽ കിതാബുണ്ട്. ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വേറെ കിതാബുണ്ട്. അങ്ങനെ ഒരുപാട് ജഫറിന്റെ കിതാബുകളെ കുറിച്ച് അദ്ദേഹം പ്രസ്പഷ്ടമായി പറയുന്നു. എന്ത് പറയുന്നു? എന്റെ ആദ്യം പറഞ്ഞ ഷിയാക്കളുടേതാണ്. അഹമ്മദ് റളാ ഖാൻ ബറേൽവി എന്ന് പറയുന്ന ഉത്തരേന്ത്യയിൽ സുന്നത്ത് ജമാഅത്തിന്റെ മഹിതമായ പാതയെ പരിചയപ്പെടുത്താൻ വേണ്ടി രചന നടത്തി ഇസ്ലാമിക ലോകത്ത് ഉയർന്നു നിന്ന മഹാമനീഷി എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയ ആ മഹാനുഭാവൻ പറയാണ്, നിങ്ങൾ ഖുതുബുസ്സമാൻ ശൈഖ് അല്ലെന്ന് പറയാൻ, ഖുതുബുസ്സമാൻ ഷിയാക്കളുടെ കൂട്ടത്തിലാണെന്ന് പറയാൻ ജഫർ കിതാബ് എന്ന് പറയുന്ന 5ാം കിതാബുണ്ട് എന്ന് പറയുമ്പോ ആ 5ാം കിതാബ് കൂടെ നടന്നയാളെ പേരാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ആ ജഫർ ഷിയാക്കളുടേതാണെന്ന് പറഞ്ഞ് ഷിയാക്കളുടെ കൂട്ടത്തിലാണെന്ന് ഖുതുബുസ്സമാനെ ഷിയാക്കളുടെ കൂട്ടത്തിലേക്ക് തള്ളാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ ജഫർ, ആ ജഫറിന്റെ കിതാബ് ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ കിതാബിന്റെ പേരാണ് എന്ന് അഹമ്മദ് റളാ ഖാൻ ബറേൽവി പഠിപ്പിക്കുന്നു. ഇങ്ങനെ ബഹുമാനപ്പെട്ട നൂറുൽ അബ്സാറിൽ ബഹുമാനപ്പെട്ട ശിബ്ലൻജി റഹ്മഹുല്ലാഹ് വളരെ വ്യക്തമായി പറയുന്നു. ജഫർ എന്ന് പറയുന്നത് മഹാനുഭാവൻ വിശദീകരിച്ചു. വകിതാബുൽ ജഫരി കതബഹു ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിന്റെ പേരാണ് ജഫർ.
ഉസൂലുൽ കാഫിക്ക് ഷിയാക്കളെ കിതാബൊക്കെ അല്ലായിരുന്നു മണ്ടേണ്ടിയിരുന്നത്. അബദ്ധായില്ല കൂട്ടരെ അല്ലേ? നിങ്ങൾ ആ സുന്നത്ത് ജമാഅത്തിന്റെ ആള്, നിങ്ങളിങ്ങനെ അതിനെ പൊട്ടിച്ച് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. വിവരമാണ് ഇങ്ങോട്ട് ഇങ്ങനെ ആടിപ്പാടി ഇങ്ങനെ നടക്കുക. ഇങ്ങോട്ട് ഖമറുല്ലുലമ പറഞ്ഞാൽ താജുല്ലുലമ പറഞ്ഞാൽ പിന്നെ അതിനെതിരെ ചിന്തിക്കാൻ പാടില്ല. അതിനെതിരെ ചിന്തിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിൽ ഉയർന്നു നിന്ന മഹാമനീഷികൾ ഒന്നൊന്നായി പറഞ്ഞ് പഠിപ്പിച്ച ആദർശത്തിനെതിരായി ഖമറുല്ലുലമയല്ല, താജുല്ലുലമയല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏത് ഉലമ പറഞ്ഞാലും അതിനെതിരെ പൊതുജനങ്ങൾ ചിന്തിച്ചുകൊണ്ട് യഥാർത്ഥമായ വീതി തെരഞ്ഞെടുക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സഖാഫികൾ കൂടരിഞ്ഞുകൊണ്ട് ഖുത്ബുസ്സമാന്റെ കരം പിടിച്ച് ഈമാനിന്റെ നൗകയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഖമറുല്ലുലമ ഞാൻ ആകെ അതേ മരുന്നുള്ളൂ. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ്, ശറഈന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ്, സുന്നി വിരുദ്ധമാണ് എന്ന് പറഞ്ഞ്, ഷിയാക്കളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് എഴുതി കഴിഞ്ഞപ്പോ അത് ഒന്നെടുത്ത് മുന്നിൽ കണ്ട് ഇട്ടുകൊടുത്തു. അത് ഇട്ടുകൊടുത്തപ്പോ സയ്യിദ് ഷരീഫുൽ ജുർജാനി പറഞ്ഞേക്കണ്, അഹമ്മദ് റിളാ ഖാൻ പറഞ്ഞിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന് ജഫറുൽ കിതാബുണ്ട്, ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന് ജഫറുൽ കിതാബുണ്ട്, നൂറുൽ അബ്സാർ എന്ന മുസന്നിഫ് ശിബിലഞ്ചി റഹ്മത്തുള്ളാഹ് അത് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അറബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹിതമായ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യത്തിൽ തുടർച്ചയായി രംഗപ്രവേശം ചെയ്ത ആ സത്യത്തിന്റെ ആവർത്തനങ്ങളായി കടന്നു വന്ന മഹാമനീഷികൾ മുഴുക്കെ ഖുത്ബുസ്സമാൻ പറഞ്ഞ ജഫറിനെ കുറിച്ച് പറയുകയും എഴുതുകയും കിതാബ് രചന നടത്തുകയും ചെയ്തു എന്ന് പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെടുമ്പോ ഈ പണ്ഡിത വേഷം കെട്ടിയ പ്രവൃത്തികൾ വിളിച്ചു പറയാണ്, ഖമറുല്ലുലമയും താജുല്ലുലമയും പറഞ്ഞാൽ അതിനെതിരെ പൊതുജനങ്ങൾ ചിന്തിക്കരുത്, അത് പാടില്ലാത്തതാത്രേ. എവിടെ നാടോ അത് കിട്ടിയത്? ആരാണ് ഈ വിഡ്ഢിത്തം പഠിപ്പിച്ചത്? ഏതടിസ്ഥാനത്തിലാണ് ഈ ഖമറുല്ലുലമയും താജുല്ലുലമയും ദീനിന്റെ അവസാന വാക്കായത്? എന്ത് വൃത്തികേടും പറയുകയോ? താജുല്ലുലമ ഉണ്ണാക്ക, താജുല്ലുലമ ഖമറുല്ലുലമ പച്ച കളവ് പറയാ, അതിന് നേതൃത്വം കൊടുക്കുക, എന്നിട്ട് പ്രചരിപ്പിക്കുക, എന്നിട്ട് പേര് താജുല്ലുലമ. നേതാക്കന്മാർ പറഞ്ഞത് വിശദീകരിക്കാൻ കഴിയാത്ത വിധം, നേതാക്കൾ എഴുതിവിട്ടത് വിശദീകരിക്കാൻ കഴിയാത്ത വിധം, നേതാക്കൾ പിഴക്കാൻ വേണ്ടി ഉദ്ധരിച്ചത് വിശദീകരിക്കാൻ കഴിയാതെ ആശയ പാപ്പരത്വം കൊണ്ട് എല്ലാ തരത്തിലും അവതാളത്തിലായ ഒരു വിഭാഗം. എല്ലാരും പാട്ട് നിർത്തി സുഹൃത്തെ, കൊച്ചേപ്പി പാട്ട് തുടങ്ങിയോട്ട് അവസാനിപ്പിച്ചു. ഞങ്ങള് ചോദിച്ചു നോക്കണ്ടി, കോഴിക്കോട് കാന്തപുരത്തല്ലേ അദ്ദേഹം താമസിക്കുന്നത് അല്ലേ? അവിടെ പോയിട്ട് ചോദിക്ക് വല്ലിക്കാനോട്, താങ്കൾക്ക് എന്ത് പറ്റി? പറയും, ഞാൻ ചിതറിത്തെറിച്ചു, തകിടം മറിഞ്ഞു, ഒതുങ്ങിക്കൂടിക്കോ, രക്ഷപ്പെടൂല ആ കുട്ടികളെ അടുത്തേക്ക് പോയാല്. പൊന്മലക്കാരൻ വന്നില്ലേ, പരസ്യമായി ഇറങ്ങാൻ മടിച്ച് സ്വകാര്യമായി തങ്ങളുടെ ബാക്കി നിൽക്കുന്ന അനുയായികളെ പിടിച്ചു നിർത്താൻ വേണ്ടി സ്വകാര്യ പ്രഭാഷണ വേദികൾ സംഘടിപ്പിക്കേണ്ട ദുരവസ്ഥയിലേക്ക് പൊന്മളയെ കൊണ്ടെത്തിച്ചത് ആശയ പാപ്പരത്താണ്. പോയി ചോദിക്ക്, പ്രസിഡന്റ് താങ്കൾക്ക് എന്ത് പറ്റി? ഖുത്ബുസ്സമാനെതിരെ സുൽത്താനെതിരെ ഇറങ്ങി തിരിച്ചപ്പോ എന്ത് സംഭവിച്ചു? അപകടമാണ്, പോണ്ട, മണ്ടിയോടത്തോളം മൈലമോരിക്കും കിട്ടിയിരിക്കണേ, ഉണ്ടാതെ കുത്തിരുന്നു. ഇങ്ങോട്ട് അവസാനം എല്ലാരും അടങ്ങിയപ്പോ ഒരുത്തം കണ്ട് ഇറങ്ങിയേക്ക അല്ലേ? നിങ്ങൾ പ്രഖ്യാപിച്ചത്, നിങ്ങൾ വിശദീകരിച്ചത് ഒന്നൊന്നായി പറ, അല്ലാതെ ഞങ്ങൾ പൊട്ടത്തരാണ് നിങ്ങൾ കാട്ടിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ബദൽ ചെയ്തിട്ട് ഞങ്ങളെ കൂട്ടത്ത് ദാരികൾക്ക് കിട്ടൂലാറിനാണ്ട് അടക്കല്ല. വിശദീകരിക്കുക. അഹമ്മദ് റിളാ ഖാൻ പറയൽവി ജഫർ സംബന്ധിയായി വളരെ വ്യക്തമായി വിശദീകരിച്ചു അല്ലേ? ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നെള്ളിയ
നിങ്ങളെ ബേസ് അറിയാം നിങ്ങൾക്ക്. എന്താ ഈ പൊട്ടത്തനം വരുന്നേ? ഇറ്റങ്ങളൊക്കെ മൂല്യന്മാരാണല്ലോ. ഒരു തൗഫീക്ക് പറഞ്ഞ സാധനം ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ ദുരവസ്ഥ അല്ലേ? നമ്മൾ ഇറ്റങ്ങളൊക്കെ പാടെ സ്റ്റേജ് കെട്ടിങ്ങാണ്ട് ഇങ്ങനെ വരിക്ക് വലിയൊരു സ്റ്റേജ് കെട്ടിയിട്ട് ഇവരിങ്ങോട്ട് ഒന്നായിട്ട് നല്ല തലയിക്കെട്ട് സന്തോഷം. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, സുന്നത്തായ കാര്യമാണല്ലോ. അത്രയായി പരിചയപ്പെടുത്താം. അങ്ങനെ ഒക്കെ ഇട്ടുകാണ്ട് നമ്മളൊരു ഭാഗ്യം തന്നെ. നിർഭാഗ്യമാണ് പൊന്നു SSFകാരെ. ഈ സാധനങ്ങളൊക്കെ പാടെ അണിനിരത്തി ഫോട്ടം കാണിച്ചു കൊടുത്തുകാണ്ട് ഇജാതി പെരുമ്പൊട്ടത്തരം പറയുകയാണെങ്കിൽ എന്താണ് ഈ വിറ്റങ്ങളെ കൊണ്ട് കാര്യം? എന്താ ഇങ്ങനെ വരാൻ കാരണം? ആരാ നിങ്ങളെ ഒന്നാമത്തെ നേതാവ് എന്നറിയാം? നിങ്ങൾക്ക് ആരാ നിങ്ങളെ ഒന്നാമത്തെ നേതാവ് എന്നറിയാം? ഇതാണ് സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ കാന്തപുരം വരെ. വരക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂപ്പര മക്കാമുള്ളത്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ. വരക്കൽ മുതൽ കാന്തപുരം വരെ സമസ്തയാകുന്നത് വരക്കൽ മുതൽ കാന്തപുരം വരെ ആവുന്നത്. ഞാൻ അങ്ങോട്ട് ഉണ്ടാവില്ലേ സാധനം അവസാനിക്കും അല്ലേ? മുഫ്തി ഖബറുമായിട്ട് അർത്ഥം വെച്ചാൽ മതി. വരക്കൽ മുതൽ ഇതാ പ്രൗഢമായ ഒരു ഗ്രന്ഥമാണിത്. എന്നിട്ട് നിങ്ങളെ നേതാവിനെ കുറിച്ച് നിങ്ങളെ എഴുതിയതാ വായിക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞത്? കുത്തുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി അല്ലാഹുമ്മ മുദ്ദലില്ലഹുൽ ആലി, മഹാനുഭാവൻ ഷിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. എന്തേ കാര്യം? മറ്റൊന്നുമല്ല, ജഫർ എന്ന് പറയുന്ന കിതാബുണ്ട്. ഞങ്ങൾ പറഞ്ഞു എഴുതി ജഫർ കൊണ്ട് ഷിയ ആകൂല. അത് സുന്നത്ത് ജമാഅത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ തുടർച്ച മാത്രമാണ്. അത് ശൈഖുനിയും പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സഹാബികൾ ഉൾക്കൊണ്ടത്, പ്രവാചകൻ പഠിപ്പിച്ചത്, സയ്യിദ് ഷരീഫുൽ ജുർജാനി പഠിപ്പിച്ചത്, അഹമ്മദ് റലാഖാൻ പഠിപ്പിച്ചത്, ഷിബ്ലഞ്ചി റഹ്മഹുല്ല പഠിപ്പിച്ചത്, ഇബ്നു അറബി തങ്ങൾ പഠിപ്പിച്ചത്, അങ്ങനെ ഒരുപാട് മഹാൻ പഠിപ്പിച്ചത്. അത് മാത്രമേ കുത്തുബുസ്സമാനി എടുത്തു വെച്ചുള്ളൂ. ഞങ്ങൾ വളരെ ഭദ്രമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള സുപ്രധാനമായ വ്യത്യാസം ജഫറല്ല. അത് സുന്നികളുടെ പ്രത്യേകമായ അംഗീകരിക്കപ്പെട്ട ആശയമാണ്, കിതാബുകളാണ്, വിജ്ഞാനങ്ങളാണ്. എന്നാൽ ഷിയാക്കളും സുന്നികളും തമ്മിൽ എതിരുള്ളത് സാധാരണക്കാർക്ക് പോലും അറിയുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഈ മൂന്ന് മഹത്തുക്കൾക്കും ഖിലാഫത്ത് അധികാരമില്ല. ഓലല്ല ശരിക്ക് ഖലീഫയുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനാണ് ഖിലാഫത്തിന് അധികാരമുള്ളത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായത് ശരിയല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായത് ശരിയല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നബിയുടെ കുടുംബ പരമ്പരക്കും മാത്രമേ ഖിലാഫത്ത് അധികാരമുള്ളൂ എന്നതാണ് ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള ഏറ്റവും പ്രസ്പഷ്ടമായ വ്യത്യാസം. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തന്റെ കുടുംബ പരമ്പരക്കും മാത്രമേ ഖിലാഫത്ത് അധികാരമുള്ളൂ എന്നാണ് ഷിയാക്കൾ പറയുന്നത്. അതേ സമയത്ത് സുന്നികൾ പറയുന്നത് അത് ശരിയല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായത് ശരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫ തന്നെയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫ തന്നെയാണ്. ഷിയാക്കൾ പറയുന്നത് അത് ശരിയല്ല. ഇതാണ് ഏറ്റവും വലിയ തെളിവ്. മനസ്സിലായി? ആ തെളിവ് മുന്നിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതാണ് വരക്കൽ മുതൽ കാന്തപുരം വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജന്മം നൽകിയത്, ബീജാഭാവം നൽകിയത് വരക്കൽ ആണ്. നിങ്ങളെ ഇപ്പോൾ നിലനിർത്തുന്നത് നിങ്ങളുടെ ജീവാത്മാവും പരമാത്മാവും കാന്തപുരമാണ്. വരക്കൽ മുതൽ കാന്തപുരം വരെ. എന്നിട്ട് തുടക്കത്തിൽ കൊടുക്കാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന ഹെഡിങ്ങോട് കൂടെ, ഹെഡ്ലൈനോട് കൂടെ കൊടുക്കുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയേ? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ എതിരാളിയായിട്ടാണ് മുല്ലക്കോയ തങ്ങളെ അറിയപ്പെട്ടിരുന്നത്. എന്നിട്ട് പറയാം, മുഹമ്മദ് നബിക്കും
അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയ്ക്കും മാത്രമേ ഖിലാഫത്ത് നടത്താൻ അധികാരമുള്ളൂ എന്നായിരുന്നു മുല്ലക്കോയ തങ്ങളുടെ വാദം. ഫുൾ സ്റ്റോപ്പ്. എന്താ സമസ്തയുണ്ടാക്കിയയാൾ, സമസ്തക്ക് ബീജാഭാവം കൊടുത്തയാൾ, 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ ഖുതുബുസ്സമാനെതിരെ നിങ്ങൾ പടപ്പുറപ്പാട് നടത്തുമ്പോ നിങ്ങളുടെ ജന്മത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ആണത്തമുള്ളവരുണ്ടെങ്കിൽ, ആ കൂട്ടത്തിൽ തന്റെ ഇടമുള്ളവരുണ്ട് എങ്കിൽ, ആത്മാഭിമാനമുള്ളവരുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയാൻ തയ്യാറാകണം. അല്ലേ? ആരാള്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അയാൾ ആരാ? നിങ്ങൾക്ക് ജന്മം നൽകിയ ആൾ ആരാണ് എന്ന് വരക്കൽ തങ്ങളല്ല എഴുതി വെച്ചത്, നിങ്ങൾ എഴുതി വെച്ചു. ആധുനിക കാലഘട്ടത്തിൽ ഖുതുബുസ്സമാനെതിരെ പടപ്പുറപ്പാട് നടത്തിയപ്പോ, ഷിയ ആരോപണം നടത്തിയപ്പോ നിങ്ങൾക്ക് ജന്മം നൽകിയവർ പോലും ഷിയാക്കളാണ് എന്ന് പച്ചയായി രേഖപ്പെടുത്തി 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ നിങ്ങളുടെ അബദ്ധ ജടിലമായ ആശയ പാപ്പരത്വം തുറന്നു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലേ? നോക്കൂ, നിങ്ങൾ എന്താ എഴുതി വെച്ചത്? മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയ്ക്കും മാത്രമേ ഖിലാഫത്ത് നടത്താൻ അധികാരമുള്ളൂ എന്നായിരുന്നു മുല്ലക്കോയ തങ്ങളുടെ വാദം. എന്നിട്ട് പറയാ, ഇത് ബ്രിട്ടീഷ് സർക്കാരിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു ആത്മീയ നേതാവിൽ ബഹുമാനം വർദ്ധിപ്പിക്കാൻ ഇടയായി. ഓൽക്ക് സന്തോഷായി. കാരണം എന്താ? ഖിലാഫത്ത്, തുർക്കി ഖിലാഫത്ത്, അങ്ങനെ പലയിടത്തും ഖിലാഫത്ത് എന്ന് പറയുന്നത് ഇനി ആർക്കേ പാടുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും. അല്ലേ? കടുത്ത ഷിയാവാദം, സുന്നികളും ഷിയാക്കളും തമ്മിൽ വേർതിരിക്കുന്ന സുപ്രധാനമായ വാദം, അത് നെഞ്ചേറ്റി നടക്കുന്നയാളായിരുന്നു നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ്. സംഘടനയോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, സംഘടനയോട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ, സംഘടനയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും തരത്തിൽ ഒരാത്മാഭിമാനത്തിന്റെ കണിക നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ, വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ പ്രഥമ പ്രസിഡന്റിന്റെ ഷിയാവാദം, ആ വാദം ശരിയായിരുന്നു എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്കൊക്കുമോ? അതല്ലെങ്കിൽ പച്ചയായി മുല്ലക്കോയ തങ്ങൾ പിഴച്ചുപോയി എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മം നൽകിയാൽ ഷിയായിസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു പടയണിയെ ഉണ്ടാക്കിയതാണ് എന്ന് പറയേണ്ടി വരില്ലേ? അഥവാ ബ്രിട്ടീഷ് മേലാളന്മാരുടെ നെറികെട്ട നരനായാട്ടിന് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടി അവരെ സമാശ്വസിപ്പിക്കാൻ ഷിയാവാദത്തിലേക്ക് പോകുകയായിരുന്നു തങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയേണ്ടി വരില്ലേ? എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? സുന്നിവാദമാണെന്ന് പറയാവോ? സുന്നിവാദമാണെന്ന് പറയാവോ? പ്രഥമ പ്രസിഡന്റാ നിങ്ങൾ വലിയുള്ളാഹി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ പത്രത്തിൽ വന്ന എന്താ അറിയോ? പ്രസിഡന്റിനെ കുറിച്ച് ലോകം സാഹിബിന്റെ ഉറ്റ സുഹൃത്ത് ഹെഡിങ്. നമ്മൾ എഴുതിയതല്ല, ഇത് പ്രസിഡന്റാണ്, പ്രഥമ പ്രസിഡന്റാണ്, വലിയാണ്, കുതുബാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നിങ്ങളെ പോലുള്ളവർ എഴുതിയത് ലോകം സാഹിബിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അപ്പൊ പറ്റും അല്ലേ? കഴിഞ്ഞില്ല. നിങ്ങളാ പ്രസിഡന്റ് ആരാ? ലോകം സാഹിബ് ആരാന്നറിയോ? മലബാർ മാനുവൽ എഴുതിയ ആൾ. മലബാർ മാനുവൽ ഏതാണെന്നറിയോ? ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷ് മേലാളന്മാർക്കെതിരെ ഉണ്ടായ സമര പോരാട്ടത്തിന്റെ രഥയിൽ ജീവാർപ്പണം നടത്തിയ മഹാമനീഷികളായിരുന്ന മലബാറിലെ മാപ്പിളമാരുടെ ചൈതികൾ നെറികെട്ടതാണെന്ന് എഴുതിയ ആ പുസ്തകത്തിന്റെ പേരാണ് മലബാർ മാനുവൽ. ആ മാനുവലിൽ ഈ നെറികെട്ട വിവരം കൊടുക്കാൻ വേണ്ടി സഹായിച്ച വ്യക്തിയുടെ പേരാണ് നിങ്ങളുടെ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അങ്ങനുണ്ട്. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. പൊന്നും പേരോടെ താങ്കളൊരു പൊട്ടനാണെന്ന് പറയുന്നില്ല, പരിസരത്ത് തന്നെ അല്ലേ?
അല്ലേ? നീ വന്ന് നാളെ വന്ന് പാട്. പ്രസിഡന്റിനെ കുറിച്ച് പറ, പ്രഥമ പ്രസിഡന്റിനെ കുറിച്ച് പറ. കുത്തുബുസ്സമാൻ ഷിയയാണ് എന്ന് പറയാൻ ഇൽമുൽ ജഫർ 5ാം കിതാബാണെന്ന് പ്രചരിപ്പിക്കാൻ മുഷാവറ കൂടിയ ആ 40 മുഷാവറയിൽ അന്തമുള്ള ഒരാൾ പോലുമില്ല എന്നല്ലേ ആ വാക്യത്തിലൂടെ, ആ പ്രഖ്യാപനത്തിലൂടെ നിങ്ങൾ പ്രചരിപ്പിച്ചത് അല്ലേ? 40 എണ്ണം കൂട്ടുമ്പോ ഒന്നെങ്കിലും അന്തമുള്ള ഉണ്ടെങ്കിൽ അത് പറയേണ്ട കൂട്ടരെ. ഇതിങ്ങനെ കണ്ട് നിങ്ങൾ വൈജ്ഞാനികമായ ലോകത്തെ പ്രതിപാദനന്മാരായ പ്രതിഭാശാലികളുടെ സങ്കേതമല്ലേ നിങ്ങൾ? ആ ഉടപ്പറപ്പിങ്ങളൊക്കെ പാടെ കൂടി ആ സംഘം എവിടെ പോയടോ നിങ്ങളുടെ വിവരം? കുത്തുബുസ്സമാനോട് കളിച്ചപ്പോ, 21ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാന നായകനോട് കളിച്ചപ്പോ വൈജ്ഞാനിക ലോകത്തെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആശയ പാപ്പരത്തിലേക്ക് കാന്തപുരം മുഷാവറ നിബന്ധിച്ചു എന്നല്ലേ ഈ പറഞ്ഞതിന്റെ പൊരുൾ അല്ലേ? അല്ലെങ്കിൽ വിശദീകരിക്ക്. നിങ്ങളെ പ്രഭാഷകരൊക്കെ ഒന്ന് വരട്ടെ, നമുക്കൊന്ന് മാറ്റിടക്കാം, വിവരം ഒന്നറിയാം അല്ലേ? നിങ്ങൾ കരുതി നിങ്ങളാണ് പാടിയ ആൾക്കാരാണ്ട് ഓ ശരിയാട്ടോ. ഇനി കമറുല്ലമ ഒരു പുല്ല. വിവരം കെട്ടവനാണ് അയാൾ, ദീർഘദൃഷ്ടിയില്ലാത്തവനാണ് അയാൾ, വൈജ്ഞാനികമായി കഴിവില്ലാത്തയാളാണ് അയാൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പരിചയമില്ലാത്തയാളാണ് അയാൾ, ഇസ്ലാമികമായ നൗകയുടെ കടിഞ്ഞാൺ പിടിക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്തയാളാണ്. അദ്ദേഹം പറഞ്ഞ വൃത്തികേടുകളുടെ പിന്നാലെയാണ് ഈ ഉമ്മത്ത് മുസ്ലിമ സഞ്ചരിക്കേണ്ടതെന്ന വിദണ്ഡവാദം നിന്നെ പോലുള്ള പേരോടിനെ പോലുള്ള വ്യക്തികളല്ലാതെ മറ്റാര് പറയും? ആര് പറയും? എന്നിട്ട് പച്ചയായി എഴുതി വെച്ചിരിക്കുക സുന്നി ഷിയ ബന്ധത്തിലെ പ്രസ്പഷ്ടമായ വ്യത്യാസം അല്ലേ? ഷിയാക്കളുടെ വാദം, നിങ്ങളെ വലിയ ഉസ്താദിന്, നിങ്ങളുടെ 1ാമത്തെ പ്രസിഡന്റിന് നിങ്ങൾക്ക് ബീജാഭാവം നൽകിയ ആൾക്കുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. ആ ജമിയത്തുൽ ഉലമ ഇറക്കിയ പ്രമേയം ഞാനൊന്ന് വായിക്കാം. ഈ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ളവർ രൂപീകരിച്ച് ഇന്നോളം സുന്നത്ത് ജമാഅത്തിനെ കേരളത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന നിങ്ങൾ അല്ലേ? വിശ്വാസ വിമലീകരണത്തിന് പകരം വിശ്വാസത്തെ വികൃതമാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നിങ്ങൾ, നിങ്ങളുടെ പൂർവികർ വേറെ എഴുതിച്ചു അല്ലേ? നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ നേതാവിനെ AP അഹമ്മദ് കുട്ടി മൗലവി